ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഗംഗപ്രസാദ് തലക്കടിച്ച കൊലയാളി അങ്ങനെ മുൻപിലേക്ക് വരുന്ന പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോ ആദ്യം പറഞ്ഞു മനോഹറാണെന്ന്, പിന്നെ അത് പ്രകാശനായി, CS ആയി, അങ്ങനെ അങ്ങനെ അമലു വരെയായി, അവസാനം അത് മനോഹറിൽ തന്നെ എത്തിയിരിക്കാട്ടോ. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ചന്ദ്രസേനോട് കിരൺ ചോദിക്കുന്നുണ്ട്, അച്ഛ സത്യം പറ, ഇനി അച്ഛൻ തന്നെയാണോ ഗംഗപ്രസാദിന്റെ തലക്കടിച്ച് ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും CS ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിരണിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ നാളെ കാണിക്കുന്നത് നമ്മുടെ കിരണിനോട് ചന്ദ്രസേന പറയണ്ട്, എടാ ഞാൻ നിന്നോട് ഇത്രയൊക്കെ സത്യം പറഞ്ഞു, ഇനി എനിക്കും ബാക്കിയുള്ളത് കൂടി പറഞ്ഞാൽ എനിക്കൊരു മടിയുമില്ല, ഞാൻ നിന്നോട് പറയുകയും ചെയ്താനേ, പക്ഷേ അത് ചെയ്തത് ഞാനല്ലട മോനെ, സത്യമായിട്ട് അത് ഞാനല്ല ചെയ്തത്. പിന്നെ നീ ഗംഗപ്രസനെ അവന്റെ ശവം അവിടെ കുഴിച്ചിട്ടോണ്ട് പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ അത് അവിടുന്ന് ആൾക്കാരും അറിയാതെ രാത്രിക്ക് രാത്രി പണിക്കാരെ വെച്ച് അത് അവിടുന്ന് തൂത്ത് മാറ്റി അവിടെ ഒരു രീതിയിലും അവശിഷ്ടങ്ങളോ അതുപോലെ തന്നെ ബ്ലഡോ ഒന്നും കിടക്കാതെ ചീഞ്ഞ് നാറിയ ശവം അവിടെ നിന്ന് മാറ്റി അവിടെ ഫുള്ളും ശുദ്ധീകരിച്ചത്. പക്ഷെ ഗംഗപ്രസനെ തലക്കടിച്ചത് ഞാനല്ലടാ എന്ന് പറയണം. കിരൺ പറയുന്നുണ്ട്, അപ്പോഴും ആ സംശയം അവിടെ നിക്കണച്ച, ആരാണ് ഗംഗപ്രസാദെ തലക്കടിച്ചു കൊന്നത് എന്നുള്ളത്. എന്തായാലും ആ CA അതിന്റെ ഫിംഗർ പ്രിന്റ് എടുക്കുന്നുണ്ട്. എന്തായാലും അതിന് വേലുവിന്റെ എന്റെയും രതീഷിന്റെയും കൈപ്പാടുകൾ ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാരും ഞങ്ങൾക്ക് സംശയമാണ് അച്ഛ. അച്ഛനെ വരെ, അച്ഛനെ, ലക്ഷ്മി അമ്മേനെ, കല്യാണിയുടെ അച്ഛൻ, നിങ്ങളെ 3 പേരെയാണ് ഞങ്ങൾക്ക് സംശയം എന്ന് പറയാണ്. നോക്കാടാ, നിങ്ങളെ ഈ ഒരു രീതിയിൽ രക്ഷിച്ചത് ആരാന്ന് നോക്കാം. അത് ഞാനല്ലെന്ന് എന്റെ മോടെ ഞാൻ ഉറപ്പ് പറഞ്ഞു. എന്റെ മോനോട് ഞാൻ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ, ഞാനല്ലട മോനെ എന്ന് ചന്ദ്രസേനൻ പറയാണ്. കിരൺ അത് വിശ്വാസമുണ്ട്. കിരൺ അവിടെ നിന്ന് പോകുന്നത് നേരെ പോണത് നമ്മുടെ ലക്ഷ്മിയമ്മയുടെ അടുത്തേക്കാട്ടോ. ലക്ഷ്മിയമ്മ പറയണ്ട്, ഹോ ഒരുപാട് നേരം തീ തിന്നു മോനെ, ആ CA ആ ഒരു കുഴിച്ചെടുക്കുമ്പോഴേക്കും അവിടെ ആ ഗംഗപ്രസാദ ചീഞ്ഞളിഞ്ഞ് ശവം എങ്ങാനും ഉണ്ടാകുന്ന പേടിച്ച് ടെൻഷനായിട്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു. എന്തായാലും മോന്റെ അച്ഛൻ കറക്റ്റ് സമയത്തിന് അതൊക്കെ ചെയ്തല്ലോ, ഹോ സമാധാനായി എന്ന് പറയണം. കിരൺ പറയുന്നുണ്ട്, അതെ ഞാനും വിചാരിച്ചു, ഞാനും വേലും രതീഷും പെട്ടെന്ന് തന്നെ വിചാരിച്ചതാണ്. കാരണം കൊന്നതുപോലെ തന്നെ ശിക്ഷാർഹമാണല്ലോ ആ ശവം കുഴിച്ചിട്ട് തെളിവ് നശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും ജയിലിൽ കിടക്കുമെന്ന് വിചാരിക്കും ചെയ്തു. പിന്നെ ആ CAക്കാണെങ്കിൽ ഞങ്ങളോട് വല്ലാത്ത ദേഷ്യമുണ്ട്. നവീൻ ആ തരത്തിലാണല്ലോ അയാളെ തൊലിയുരിച്ച് കോടതിന് മുമ്പിൽ നിർത്തിയത്. അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് സത്യസന്ധമായിട്ട് അയാൾ കേസ് തെളിയിച്ചിട്ട് ഈ ഒരു അവസ്ഥ വരുന്നത്. എന്തായാലും ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോകുന്ന കാര്യത്തിൽ ഇപ്പൊ ഒരു സംശയമില്ല. പക്ഷെ അങ്ങനെ പോവാണെങ്കിൽ പോലും എനിക്ക് ആ CA അടുത്ത് ബഹുമാനം മാത്രമുള്ള ലക്ഷ്മിയമ്മേ. കാരണം അയാൾ സത്യസന്ധമായിട്ടാണ് എല്ലാം തെളിയിച്ചത്. അയാൾക്കറിയാം ഇതിൽ എനിക്കും രതീഷിനും വേലുവിനും പങ്കുണ്ടെന്ന്. പക്ഷെ അയാൾക്ക് അതിനുള്ള തെളിവും കാര്യങ്ങളില്ല. അയാൾ നിസ്സഹായനായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ അയാളുടെ ദേഷ്യമുള്ളൂ. ആർക്കും വേണ്ടത്തെ ഗംഗപ്രസാദിന്റെ പുറകെ പോയതുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അയാളുടെ ഒരു ദേഷ്യമില്ല, ബഹുമാനം മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെയാ പോലീസുകാരാവേണ്ടത്. ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് തെളിയിക്കണം. അങ്ങനത്തെ പോലീസുകാരെ കിട്ടാനും പാടാണല്ലോ ലക്ഷ്മിയമ്മ. മോൻ പറഞ്ഞത് ശരി തന്നെയാ. പക്ഷെ ഇവിടുത്തെ പ്രതി നമ്മുടെ ഗംഗപ്രസാദ് ആയിപ്പോയി. അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ പ്രശ്നം പറ്റിയത്. അയാൾ ഞാൻ അന്വേഷിക്കട്ടെ. എന്തായാലും അയാൾ അതിന്റെ വരടം ആടെന്നറിയാൻ വേണ്ടി ഫോറൻസിക് ലാബിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അതിന്റെ റിസൾട്ട് വരട്ടെ, നമുക്കറിയാം എന്ന് ലക്ഷ്മിയമ്മയും പറയുന്നുണ്ട്. അതിനുശേഷം കല്യാണിയാണെങ്കിൽ രാത്രി ടെൻഷനാട്ടോ. കിരണോട് ചോദിക്കാണ്ട്, അല്ല കിരണേട്ടാ, നാളെ അതറിയാൻ പറ്റുമായിരിക്കും അല്ലെ? എന്ത്? അല്ല ആ വിരലടയാളം അത് ആരുടെയാണെന്ന്. എന്റെ കല്യാണി, നീ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? നോക്ക്, അതെന്തായാലും എന്റെയോ വേലുവിന്റെയോ രതീഷിന്റെയോ നിന്റെ അച്ഛന്റെയോ ലക്ഷ്മി അമ്മയുടെയോ അതുപോലെ തന്നെ എന്റെ അച്ഛന്റെയോ ആരുടെയല്ല. പിന്നെ അത് ആരുടെയാണ് എനിക്കറിയില്ല. അന്ന് വിവാഹത്തിന് വന്നത് ഞങ്ങളാകെ ഇത്രയും പേര് മാത്രമേ ആണുങ്ങളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പെണ്ണുങ്ങളായിട്ട് പിന്നെ നീയും കാദംബരിയും അതുപോലെ തന്നെ കാർത്തികം, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആരുടെ വിരലട അടയാളം ഉണ്ടാവാനാണ്? ആർക്കറിയാം? ഇനി അവൻ നമ്മൾ പോലെ വരെ ശത്രുക്കളും ഉണ്ടോന്ന് ആർക്കറിയാം? അവരാരെങ്കിലും വന്ന് പൂശിയതാണെന്നും അറിയില്ലല്ലോ. എന്തായാലും നീ സ്നേഹിക്കുന്ന ആരും ജയിലിൽ പോകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ കല്യാണി പറയണ്ട, എന്നാലും എനിക്ക് തോന്നുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ആരോ അവന്റെ തലക്കടിച്ചത്. അത് നമുക്ക് വേണ്ടപ്പെട്ട ആരോ തന്നെയാണ് കിരണേട്ട, എനിക്ക് ഉറപ്പാണ് എന്ന് കല്യാണി പറയണ്ട. കിരൺ പറയണ്ടേ, എന്തായാലും നാളെ ആവട്ടെ, നാളെ അതിന്റെ റിപ്പോർട്ടിന്റെ റിസൾട്ട് എന്തായാലും കിട്ടും. ഇയാൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കണം, എനിക്ക് പരിചയമുള്ള ഒരാളുടെ അടുത്താണ് കൊടുത്തേക്കണത്. അതുകൊണ്ട് റിപ്പോർട്ട് ആയി കഴിഞ്ഞാൽ അവൻ എന്നോടും വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. കിരണേട്ട അതെന്തായാലും എനിക്കറിയണം എന്ന് കല്യാണി പറയണ്ടേ. എന്റെ ചേച്ചിയുടെ ജീവിതം രക്ഷിച്ച അത് ആരാണെന്ന് എനിക്കറിയണം കിരണേട്ട എന്ന് കല്യാണി പറയാണ്. അത് നിന്നെ പോലെ തന്നെ എനിക്കും അറിയണം കല്യാണി എന്ന് കിരണും പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ആ റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടി CA പോകുവാട്ടോ. അങ്ങനെ ആ CA പറയുന്നുണ്ട്, അവിടെ ഉള്ളവരുടെ എല്ലാ, അതായത് റിപ്പോർട്ടിന്റെ ഫലം കിട്ടി, ആരുടെ ഫിംഗർ പ്രിന്റ് ആണ് അത്, ഒരു ഫിംഗർ പ്രിന്റ് കിട്ടിയ, പക്ഷെ അത് ആരുടെന്ന് അറിയണമല്ലോ. അപ്പൊ CA SAയോട് പറയുന്നുണ്ട്, അന്ന് ആ കല്യാണത്തിന് പങ്കെടുത്ത അത്രയും പേര്, ആകെ 10-12 പേരല്ലേ ഉണ്ടാവുള്ളൂ, അത്രയും പേരുടെ ഫിംഗർ പ്രിന്റ് എനിക്ക് ഇപ്പൊ ഈ
ഇപ്പോ ഇവിടെ കിട്ടണം എന്ന് പറയാണ്. അപ്പൊ തന്നെ എസ് എ നേരെ കിരണിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കിരണിന്റെയും കല്യാണിയുടെയും പ്രകാശന്റെയും ലക്ഷ്മി അമ്മ, കാർത്തിക, ദിലീപ്, എന്തിന് ശാന്തമ്മ ചേച്ചി, സി എസ് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ അവിടെ അന്ന് രതീഷ്, വേലു, അമലു, പിന്നെ അമലുവിന്റെ അമ്മ, അതായത് മൂപ്പത്തി, അവരിവരുടെ ഇത്രയും പേരുടെ വിരലടയാളങ്ങളെല്ലാം പതിപ്പിച്ച് കൊണ്ടുവരാട്ടോ എസ് എ. എന്നിട്ട് അതും കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ഈ സി എ. ഇതിൽ ആരുടെയും വിരലടയാളം ഇതും തമ്മിൽ സാമ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. അപ്പൊ ഞെട്ടിപ്പിക്കുന്ന തെളിവാണ് സി എക്ക് കിട്ടണത്, ഇതിൽ ആരുടെ വിരലടയാളം ഇല്ല എന്നുള്ളത്. പിന്നെ ആ സി എങ്ങനെയൊക്കെ അന്വേഷിച്ച് ആ ഒരു കേസ് അന്വേഷണം നമ്മുടെ മനോഹറിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് മനോഹർ പരോളിലായിരുന്നല്ലോ. പരോളിന് തിരിച്ച് കയറുന്ന ദിവസമാണ് കാർത്തികയുടെ വിവാഹം ഉണ്ടായിരുന്നത്. അങ്ങനെ എങ്ങനെയോ മനോഹറിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. നേരെ ജയിലിലേക്ക് പോവാണ്. ജയിൽ സൂപ്രണ്ടിനെ കാണുന്നുണ്ട്. ഇവിടെ മനോഹർ എന്ന് പറഞ്ഞ ഒരാളില്ലേ? ഓ ഉണ്ട്, എനിക്ക് അയാളൊന്ന് കാണണം, ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണം എന്ന് പറയാണ്. ജയിൽ സൂപ്രണ്ട് ശരി ഞാനിപ്പോ വിളിക്കാൻ സാറേ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മനോഹറിനെ കൊണ്ടുവരാണ്. എന്താ സാറേ? അതൊക്കെ ഉണ്ടടാ, നീ വാടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ശേഷം ജയിൽ സൂപ്രണ്ട് സി എടുത്ത് പറയുന്നുണ്ട്, സാറേ ദേ ഇതാണ് സാർ അന്വേഷിച്ച മനോഹർ. കാണുന്ന പോലെ അല്ലട്ടോ, പെണ്ണുങ്ങളെ വലുതേ വിടുത്താന് ബഹുമിടുക്കനാണ്. സി എ പറയണ്ട്, അതൊക്കെ എനിക്കറിയാം, ഇവന്റെ ചരിത്രമൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ. ഇവനെതിരെ കുറച്ച് കംപ്ലൈന്റ് ഞാൻ ഒരു സ്ഥലത്ത് സി എ ആയിരുന്ന സമയത്തും ഇവന്റെ കംപ്ലൈന്റ് എനിക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ നന്നായി എന്നൊക്കെയാണ് പറയണത്. പക്ഷെ നന്നായോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ സ്റ്റേറ്റ് സൂപ്രണ്ട് ചോദിക്കേണ്ടത്, അതെന്താ സാറേ? അല്ല, എനിക്ക് ഇവനെ ഒന്ന് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ, പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. അതിനെന്താ സാറ് കൊണ്ടുപോയിക്കോ, ഒരു കുഴപ്പമില്ല. കൊണ്ടുപോയിട്ടെ ഒരു 10 അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം അതിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാം. ശരി സാറേ എന്ന് പറയാണ്. അങ്ങനെ ആ സി എ മനോഹറിനെ കൂട്ടിക്കൊണ്ട് നേരെ പോണത് ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് കേട്ടോ. അങ്ങനെ അയാൾ എങ്ങനെയാണ് മനോഹറിന്റെ അടുത്തേക്ക് കേസ് അന്വേഷിച്ച് എത്തിയെന്ന് അറിയില്ല. എന്തായാലും മനോഹറിന്റെ അടുത്തേക്കാണ് ഇപ്പൊ കേസ് എത്തിയിരിക്കുന്നത്. മനോഹറിന്റെ ഫിംഗർ പ്രിന്റ് ആണ് ഇനി ഇപ്പൊ അവര് നോക്കുന്നത്. മാത്രല്ല ഇന്നത്തെ എപ്പിസോഡല്ല, കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡില് ഈ ഗംഗപ്രസാദ് തലക്കടിക്കുന്ന ഒരു എപ്പിസോഡില്ലേ, അതില് ഈ ഗംഗപ്രസാദ് തലക്കടിക്കുന്ന ഒരു ആണാണ്. അത് ആ എപ്പിസോഡ് ഒന്നും കൂടി പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കൈ ഒരു ആണിന്റെ കൈയാണ്. അപ്പൊ അത് മനോഹർ തന്നെയാണ് കേട്ടോ, അത് ഉറപ്പാണ്. ഞാൻ ഇന്നാണ് ആ എപ്പിസോഡ് വീണ്ടും നോക്കിയപ്പോഴേക്കും മനസ്സിലായത്, ഈ പിടിച്ചിരിക്കുന്ന ഭാഗം ഒരു ആണിന്റെയാണ്. അപ്പൊ മനോഹറിന്റെ കൈ തന്നെയാണ് അത്. മനോഹർ ആകെ ഞെട്ടിങ്ങനെ പേടിച്ചിരിക്കുക കേട്ടോ. അതായത് തന്നെ കണ്ടുപിടിച്ചല്ലോ, ഒരിക്കലും താനാണെന്ന് കണ്ടുപിടിക്കില്ലെന്ന് വിചാരത്തിൽ വിശ്വാസത്തിൽ അങ്ങനെ ചെയ്തത്. കാരണം തന്നെ ഒരുപാട് തന്റെ മോളെ സംരക്ഷിക്കുന്നത് കിരണും കല്യാണിയാണ്. അവർക്കൊരു ആപത്തും വരരുത്, അവരെ സ്നേഹിക്കുന്നവർക്കൊരു ആപത്തും വരരുത്, അതിനു വേണ്ടിയാണ് മനോഹർ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. അപ്പൊ നമ്മുടെ കൊലയാളി മനോഹർ തന്നെയാണ്. പക്ഷെ മനോഹർ ഇപ്പൊ കൊല ചെയ്തെന്ന് പറഞ്ഞാലും അയാൾ ജയിലിൽ ഓൾറെഡി കിടക്കാണ്. അപ്പൊ അയാളൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഇനിയിപ്പോ മനോഹറിനെ എങ്ങാനും ജാമ്യത്തിൽ എടുക്കണമെങ്കിൽ കിരണും കല്യാണിയും തന്നെ അത് എടുക്കത്തുള്ളൂ. എന്തായാലും നല്ലൊരു എപ്പിസോഡ് പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത്. നാളത്തെ എപ്പിസോഡ് നല്ല എപ്പിസോഡ് തന്നെ ആയിക്കോട്ടെ, അതിലൊരു സംശയമില്ല. അങ്ങനെ മനോഹറാണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് ആദ്യം തന്നെ മനോഹറാണെന്ന് തോന്നിയായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോരോ ആൾക്കാരുടെ മുഖം മാറ്റി മാറ്റി കാണിക്കുമ്പോൾ അവരാണെന്നൊക്കെ സംശയം തോന്നിയുള്ളൂ. കൂടുതലും മനോഹറിലേക്ക് തന്നെയായിരുന്നു സംശയം പോയത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.